എന്തുകൊണ്ടാണ് ഇന്ന് ഒരുപാട് ബിസിനസ്സുകൾ പരാജയപ്പെടുന്നത്, സ്ട്രഗിൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരുപാട് ബിസിനസ് നല്ല രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ പരാജയപ്പെടുന്നുണ്ട്. അതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ഇല്ലാത്തത് കൊണ്ടല്ല. അവർക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റംസ് ഇല്ല എന്നതുകൊണ്ട് മാത്രമാണ് അവർ പരാജയപ്പെടുന്നത്. ഹായ്, എൻ്റെ പേര് നഹീം മുഹമ്മദ്. ഞാൻ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ്. ഓഫ്ലൈൻ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാരെ അവരുടെ ഒരു ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു മിഷന്. സോ അതിന് റൈറ്റ് ആയിട്ടുള്ള സിസ്റ്റംസ്, ഓട്ടോമേഷൻസ്, ടൂൾസ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നുണ്ടാവും. എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം ഇതിനുള്ള ഇതെന്തൊക്കെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്, അതിന്റെ സൊല്യൂഷൻ എന്തെല്ലാം എന്നുള്ളത്. വൈ ഓഫ്ലൈൻ ബിസിനസ് ആർ സ്ട്രഗ്ലിംഗ് ടുഡേ? എന്തുകൊണ്ടാണ് ഓഫ്ലൈൻ ബിസിനസ്സുകൾ സ്ട്രഗിൾ ആകുന്നത്? എന്തുകൊണ്ടാണ്? പ്രോബ്ലം വൺ എന്നുള്ളത് കസ്റ്റമർ സെർച്ച് ഓൺലൈൻ ആണ്. നമ്മൾ പഴയ പോലെയല്ല. ഇന്നത്തെ കാലത്ത് കസ്റ്റമേഴ്സ് ഫസ്റ്റ് ഓൺലൈനിലൂടെ സെർച്ച് ചെയ്തതിന് ശേഷമാണ് അവരൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അത് ഗൂഗിൾ ആയിരിക്കാം, ഗൂഗിൾ റിവ്യൂസ്, അതുപോലെ ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ വാട്സപ്പ്, യൂട്യൂബ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ഒരു പ്രൊഡക്റ്റ് വാങ്ങണോ മേടിക്കണ്ടേ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മുടെ ബിസിനസ് ഓൺലൈനിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് നമ്മളെ ഒരിക്കലും ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. പ്രോബ്ലം ടു, ഡിപ്പെൻഡ് ഓൺ വാക്കിംഗ് കസ്റ്റമേഴ്സ് എന്നുള്ളതാണ്. നമ്മൾ ഓഫ്ലൈനിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് വാക്കിംഗ് കസ്റ്റമേഴ്സിനെയാണ്. അതുകൊണ്ടുള്ള ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, ലൈക്ക് റെയിന്, അതുപോലെ ഒരു മഴ വന്നു കഴിഞ്ഞാൽ, അതുപോലെ സീസൺ ഡിഫറെൻ്റ് ആയിട്ടുള്ള സീസൺസ് വന്നു കഴിഞ്ഞാൽ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടൊക്കെ പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ തന്നെ മാർക്കറ്റ് സ്ലോ ഡൗൺ ആയി കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഓഫ്ലൈൻ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. നമുക്കൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചൂട് കൂടുതലായി കഴിഞ്ഞാൽ ഒക്കെ കസ്റ്റമേഴ്സ് കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വാക്കിംഗ് കസ്റ്റമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഓഫ്ലൈൻ ബിസിനസ്സിൽ അത് വലിയൊരു പ്രോബ്ലം ആയിട്ടാണ് വരുന്നത്. അടുത്തൊരു പോയിന്റ്, ലൈക്ക് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലീഡ് ജനറേഷൻ സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം അധിക ബിസിനസ്സും അവർ കസ്റ്റമേഴ്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ബിസിനസ്സിന്റെ കസ്റ്റമേഴ്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിന് പകരമായിട്ട് ഈ ഒരു കസ്റ്റമേഴ്സിനെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നതിന്റെ തന്നെ അവർക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്കുള്ള സൊല്യൂഷൻ എന്താണ്? നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ ഇതിന് എന്താണ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? നമുക്കൊരു ഓൺലൈൻ പ്രസൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ലീഡ് ജനറേഷൻ ആണ്, കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ എത്തിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു പോയിന്റ് ഓട്ടോമേഷൻ ആണ്. അങ്ങനെ വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മുടെ പ്രൊഡക്റ്റും സർവീസും ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രൊഡക്റ്റും സർവീസും ഒക്കെ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാം. അപ്പോൾ തന്നെ ഒരു ബ്രാൻഡിങ് ആണ്. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും നമ്മുടെ ഒരു ബ്രാൻഡിങ്, അതേപോലെ പേഴ്സണൽ ബ്രാൻഡിങ് ഒക്കെ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെയും ഓൺലൈനിലേക്ക് കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോക്ക് കമന്റ് ആയിട്ട് ഡിജിറ്റൽ എന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു സീരിയസ് ആയിട്ട് 10 days ഇതിന്റെ കണ്ടിന്യൂസ് വീഡിയോസ് വരുന്നുണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യാവുന്നതാണ്.